ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലം കേക്ക് നമ്മളുടെ വീടുകളിൽ റെഡിയാക്കി എടുക്കാം, ഹോം മെയ്ഡ് പ്ലം കേക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് നമ്മളുടെ വീടുകളിൽ ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കാം എന്നുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് നമ്മളുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് അങ്ങ് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. അതിൽ കുറച്ച് മൈദ മാവ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അല്ല കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്, സോക്ക് ചെയ്യാത്തതാണ്. സോക്ക് ചെയ്തതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം ഞാനിവിടെ എല്ലാം 1/4 കപ്പ് വീതമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ നട്ട്സും ഒക്കെ 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളുടെ പ്ലം കേക്കിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് പഞ്ചസാര കാരാമൽ ചെയ്യുക എന്നുള്ളതാണല്ലേ. പഞ്ചസാര കാരാമൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ നല്ല രീതിയിൽ പാൻ ചൂടായതിന് ശേഷമാണ് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ 1 കിലോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര കാരാമൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത് തന്നെ നിന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. പഞ്ചസാര കാരാമൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയാലും കരിഞ്ഞു പോവും. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ ഇതുപോലെ മെൽറ്റായി വരും കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി മാറി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അടുത്ത് തന്നെ നിൽക്കുക, കാരണം ഇത് കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ഫുള്ളായിട്ടൊരു കയ്പ്പ് രസം വന്നു പോവും. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കണ്ടോ ഇതിവിടെ നല്ല രീതിയിൽ ആ കളറൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഒരു ഇപ്പോൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുമുണ്ട് കാരാമൽ സിറപ്പ്. അത് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഞാനെപ്പോഴും ചെയ്യാറുള്ളത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. കണ്ടോ ഇതുപോലെ വരും. ഈ 1/4 കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു കുറച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വരികയില്ല, എന്നാലും അതിൻ്റെ കുറച്ച് വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വരണം. ആ കളറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. കണ്ടോ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കാരാമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മളുടെ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് എലൈറ്റിൻ്റെ മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നട്ട്മഗ് പൗഡറാണ്, 1/2 ടീസ്പൂൺ നട്ട്മഗ് പൗഡറും സിനമൺ പൗഡറാണ് പിന്നെ വേണ്ടത്, അതും 1/2 ടീസ്പൂണ്. ഈ ഒരു സിനമൺ പൗഡറും നട്ട്മഗ് പൗഡറൊക്കെ നമ്മളുടെ പ്ലം കേക്കിന് നല്ലൊരു മണവും ഗുണവും ഒക്കെ നൽകും കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കിലോയുടെ കേക്കുകൾക്കൊക്കെ ഈ ഒരു അളവിൽ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു അളവ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയോളൂ. നട്ട്മഗ് പൗഡറും അതുപോലെ തന്നെ സിനമൺ പൗഡറും ഒക്കെ നമുക്ക് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ പൊടിച്ചും എടുക്കാം. ജാതിക്കയുടെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 വട്ടമെങ്കിലും മസ്റ്റായിട്ടും അരിക്കണം കേട്ടോ, എങ്കിലാണ് ആ പൊടികളെല്ലാം ഒന്ന് യോജിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ മറക്കാതെ 3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ 3 വട്ടമെങ്കിലും അരിച്ചെടുക്കുക. പൊടികളെല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 4 കോഴിമുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് കേട്ടോ ഞാൻ 1 കിലോയുടെ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഏത് കേക്ക് ഉണ്ടാക്കുവാണെങ്കിലും മുട്ട കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്താലാണ്, ആ മുട്ട നല്ല പതഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് പതഞ്ഞ് വരണം, എന്നാലൊട്ട് ആ പതയൊന്ന് താന്നു പോകാനും പാടില്ല.
അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് കിട്ടും. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര അല്ല ചേർക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ ചേർക്കാം കേട്ടോ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/2 കപ്പൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല മധുരം കിട്ടും. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ. ആദ്യമേ ലോ സ്പീഡിലും പിന്നീട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയും ബീറ്റ് ചെയ്തെടുക്കാം. എന്തായാലും പൊങ്ങി വന്ന പതയൊന്നും താന്നു പോകാത്ത രീതിയിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ടേ. ഇപ്പോൾ ബീറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു മുട്ടയിലേക്ക് നമുക്ക് മുട്ടയുടെ സ്മെല്ല് മാറാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണിത്. 1 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മാത്രം മതി, കറക്റ്റാണ്. മുട്ടയുടെ സ്മെല്ലെന്ന് പറയുന്നൊരു സംഭവമേ നമ്മുടെ കേക്കിനുണ്ടാവത്തില്ല. നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 1 ടീസ്പൂണാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, സിന്തറ്റിക് വിനാഗിരി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഹോം മെയ്ഡായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കാരാമൽ ചെയ്തതും അതുപോലെ തന്നെ നമ്മളുടെ 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വാനില എസൻസ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് പൊടി മിക്സ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പതഞ്ഞു വന്ന പതയൊന്നും പോകാത്ത രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത്, ആദ്യമേ കുറച്ച് പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് പകുതി പൊടിയൊന്ന് നമ്മളുടെ ബാറ്ററിലേക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും ബാക്കി പൊടിയൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ വീട്ടിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ കട്ടി കൂടിയ ഏതെങ്കിലും പാനിനകത്ത് നമുക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് സമയം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ കേക്ക് ടിൻ അതിനകത്തേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഞാൻ ടിന്നിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ ഞാനിവിടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാനായിട്ടൊരു ഭംഗിയാണല്ലോ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കൊരു 45 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വന്നു. ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് ആകുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. നമ്മളുടെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്ന പോലെ അത്രയും വേഗത്തിൽ നമുക്ക് ബേക്കായി കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് സമയം കൂടി എടുക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ് ഓരോരുത്തരുടെ ഓവൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. എനിക്കൊരു 45 മിനിറ്റ് കൊണ്ടൊക്കെ ബേക്കായി കിട്ടി. 180 ഡിഗ്രിയിലാണ് ഞാനിത് ചൂടാക്കിയതിന് ശേഷമാണ് വെച്ച് കൊടുത്തത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹോം മെയ്ഡ് പ്ലം കേക്ക് എല്ലാവർക്കും റെഡിയാക്കാവുന്നതേ ഉള്ളൂ. റെഡിയാക്കി നോക്കുക. ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളുടെ പ്ലം കേക്ക് നമ്മൾക്കൊരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മുറിച്ച് കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കുക. നല്ലൊരു ടേസ്റ്റാണ്. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയും അതുപോലെ തന്നെ ടിപ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഒക്കെ 1000 ആശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.